എന്താ ഇവിടെ നടക്കുന്നത്? ചോദിക്കുകയും പറയുകയൊന്നും ചെയ്യാതെ ഒരുമാതിരി ചൈനക്കാരെ പോലെ ഒഴിഞ്ഞ സ്ഥലത്ത് കൊടി നാട്ടുക. അതീ നായര് ജീവനോടുള്ളപ്പോ നടക്കൂല. നായരെ, താൻ കോളേജിലെ കാര്യങ്ങൾ നോക്കിയാ മതി, ഇതിൽ ഇടപെടണ്ട. ഇടപെടും. ദേ കരുണാകരൻ സാർ ഒരു പാവാണെന്ന് വെച്ച് അദ്ദേഹത്തിന്റെ മെക്കിട്ട് കയറുക. എന്താണ് സ്റ്റീഫൻ ഇത്? എന്താ ഈ കാണുന്നതൊക്കെ? പാർട്ടി ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ചാടി കയറി വന്നത്? ഇതുപോലത്തെ വയ്യാവേലിയാണ് ഈ നേരത്തെ പറയണ്ടേ. ഈ നെഗോസിയേഷൻ ഒന്നും എനിക്ക് താല്പര്യമില്ല. അല്ല മാഡം, ഇതെന്തോ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇത് പ്രേമേട്ടം കൊണ്ടുവന്ന കേസല്ലേ, അങ്ങനെ തെറ്റാൻ വഴിയില്ല. സ്റ്റീഫൻ എന്തോ എനിക്ക് വന്നേ. എന്താടാ ഇത് വേറെന്തോ ഡീലിംഗ് ആണ്. നീ മേടത്തി വിളിച്ചോണ്ട് പോ. ഞാൻ പറയുന്ന കേക്ക് ചെല്ല്. പോ. നീ ഇപ്പൊ ഇതിനകത്താണോ വെറുതെ? ഞാൻ അറിഞ്ഞില്ല. അതേടാ നായരെ, താൻ കോളേജിലോട്ട് വാ, തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. വന്നാലേ നീ എന്നെ അങ്ങോട്ട് മൂക്കിന് വലിക്കോ? ഇന്ത്യൻ ആർമിയുടെ ബ്ലഡ് ആണോ ഇത്? ഏതാ ഈ കയറൂരി വിട്ടായിട്ടോ? ഞാൻ ഇറങ്ങണോ? ആ പ്രേമരാജന്റെ വലം കയ്യാ, അയാളുടെ ബലത്തിന് അവന്റെ കളി. സാറിന് ഈ പ്രേമരാജനായിട്ട് എന്താ കച്ചവടം എനിക്കറിയില്ല. എന്താണെങ്കിലും അത് നല്ലതല്ല, എനിക്ക് അത്രേ പറയാനുള്ളൂ. ലാത്തി ചാർജോ ജലപീരിക്കോ അവരവന് വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ. എന്താണോ പ്രേമ ഇത്? ഇയാള് തന്റെ മുമ്പിൽ ഒരു സഹായം അഭ്യർത്ഥിച്ചു വന്നല്ലേ, എന്നിട്ടിപ്പോ അയാൾ ഇരിക്കുന്നിടത്ത് തന്നെ ചവിട്ടി പുറത്താക്കുന്ന ഏർപ്പാടല്ലോ താൻ ചെയ്തോണ്ടിരിക്കുന്നത്. എന്റെ പൊന്നു പിള്ളച്ചേട്ടാ, ഞാനതൊക്കെ പറയാൻ വിട്ടുപോയി. ഞാൻ ആ സെക്രട്ടറിയുമായിട്ട് ഒരുപാട് തവണ സംസാരിച്ചു. അല്ല, അദ്ദേഹം പറയുന്നതിലും കാര്യമില്ലാതില്ലല്ലോ. ഇത്രയും ബാധ്യതയുള്ള ഒരു സ്ഥാപനത്തിന്റെ ഉടമ പൈസ തിരിച്ചടയ്ക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? അല്ല, അവരുടെ ഭാഗം കൂടി നമ്മൾ കേൾക്കണ്ടേ? സംഗതി 8 ലക്ഷം രൂപയുള്ളൂ. പക്ഷെ പൈസ തന്നെയല്ലേ. അതിപ്പോ നിങ്ങളുടെ പൈസയിലും എന്റെ പൈസയിലും ബാങ്കിന്റെ പൈസയിലും. അതുകൊണ്ടാണ് എന്റെ പൊന്നു കരുണാകരൻ സാറേ ഞാൻ സാറിനെ സഹായിക്കാന്ന് വിചാരിച്ചത്. നല്ല പൊന്നും വില തരാന്ന് പറഞ്ഞിട്ട് ഒരു ടീം വന്നിട്ടുണ്ട്. സാർ ആ 8 ലക്ഷത്തിന്റെ ചീള് കേസ് ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. സിമ്പിളായിട്ട് നമ്മുടെ സ്ഥലം അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്നു. അവർ തരുന്ന കാശ് സിമ്പിളായിട്ട് മേടിച്ച് നമ്മൾ പോക്കറ്റിലിടും. ദേ, ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ. വക്കീലെ, ഞാനങ്ങനെ ചെയ്യോ? പ്രേമരാജ, താൻ കളിക്കുന്ന ഈ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, സഹായം ചോദിച്ചു വരുന്നവരുടെ നടുവത്ത് ചവിട്ടി ഇളിച്ചു കാണിക്കുന്ന ഈ ചീപ്പ് പൊളിറ്റിക്സ്, അത് എനിക്കത്ര വശയില്ല. ഏതായാലും 2ാം തവണ ബാങ്ക് മാനേജറുടെ അടുത്ത് ചെന്നപ്പോഴുള്ള ഇളക്കം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായി. അല്ല അഡ്വക്കേറ്റേ, നിങ്ങളെ കണ്ടോണ്ടാണ് ഇതിവിടം വരെ എത്തിയത്. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള വെള്ളക്കുപ്പായ ഇട്ടുകൊണ്ട് നടക്കുന്നവരുടെ മുമ്പിൽ ഞാൻ കൈകൂപ്പി നിൽക്കില്ലായിരുന്നു. എന്തായാലും സന്തോഷം. ഇത് കുറച്ച് ക്രൂരായിട്ട് പ്രേമ. ഒരഭ്യർത്ഥനയുണ്ട് വക്കീലെ, സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന് നിങ്ങളുടെ പ്രസിഡന്റിനോടൊന്ന് പറഞ്ഞേക്ക്. കഞ്ഞിക്കുള്ള വകയാണ്.